വിളന്തറയിലെത്തുമ്പോൾ മിഥുനെപ്പറ്റി ഓർത്ത് വിതുമ്പുന്നവരുണ്ടൊപ്പം മിഥുനെപ്പറ്റി ഞങ്ങൾക്ക് പറയണമെന്ന് പറയാൻ അധികമുണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട്, നിങ്ങൾ കേൾക്കണം എന്ന് പറയുന്ന മനുഷ്യരുമുണ്ട്. അതിലൊരു മനുഷ്യനെയാണ് കണ്ടുമുട്ടിയത്. ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, മിഥുന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. മിഥുനും സുഹൃത്തുക്കളുമൊക്കെ ദൈവമായാണ് ഇവിടെ എത്താറുള്ളത് അവധി ദിവസങ്ങളിൽ. ശനി ഞായറും ദിവസം അമാർക്കൊരു സന്തോഷം, തള്ള പോലും ഇല്ല, തള്ള ഇവിടെ ഇല്ല. അപ്പം ചിലപ്പം പണിക്ക് പോയി കാണും. ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവിടെ വരും. ഷായമ്മ ചൂണ്ടയിടാൻ വരുമെന്ന് ചോദിക്കും. ഞാൻ പറയടാ മോനെ പൊയ്ക്കോ, ഞാൻ പിന്നങ്ങ് വരാം. അല്ലെ സജുവിനെ വിളിക്കും, അല്ലെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം വിളിക്കും. ഉമ്മാർ വന്ന് ഇവിടെ കുളിക്കുകയും അമ്മരൊരു ആഘോഷമാണ്. കൊച്ചു പിള്ളേർ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല, അത് വലിയൊരു ആഘോഷമാണ്. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് വന്നപ്പോഴും ഈ പിള്ളേരെല്ലാം കൂടെ ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴും നമ്മൾ പറയടാ മോനെ അങ്ങനെ കെട്ടിയിടല്ലേ, അഴിച്ചുവിടാം. പക്ഷേ പറയും ഷാജിയമ്മ ഇവിടെ കിടക്കട്ടെ, നമുക്ക് അതിനകത്ത് കയറി നിന്ന് കുളിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ. അത് ഊണമുള്ള ഒരു നല്ല മോനായിരുന്നു ഇവൻ. വളരെ നീറ്റായിട്ട് പ്രായമുള്ളവർ നോക്കത്തില്ല. ഇപ്പോൾ ആരെ കണ്ടാലും ഷായമ്മ അല്ലെ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറെ ഒരാളെ കണ്ട് മാമ ഞാൻ പോവാം, ഇത് ഓണം തിരിച്ചു വരുമ്പോൾ ഇത് ഓണം വിളിക്കുന്ന ഒരു മോനായിരുന്നു അത്. അതിന് വലിയ നഷ്ടമായിപ്പോയി ഞങ്ങൾക്ക്. അല്ലാതെ അവനെക്കുറിച്ച് ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. എൻ്റെ വീട് തൊട്ടായിലെത്ത ഞാൻ ഒന്നും പിന്നെ ചോറ് വെച്ചില്ലെങ്കിൽ ചോദിക്കും ഷായമ്മ ചോറ് കൊണ്ടുവരട്ടെ, വീട്ടിൽ നിന്ന് ചോറ് അപ്പോൾ ഇല്ല ചോറ് വേണമെന്ന് ചോദിക്കും. അതുകൊണ്ടുള്ള ഒരു മോനായിരുന്നു. അല്ലെ കറി വേണോ ഷായമ്മ എന്ന് ചോദിക്കും. മിഥുൻ എല്ലാ പ്രായക്കാരുമായും സൗഹൃദമായിരുന്നു. ഇപ്പം 15, 20, 30 വയസ്സുള്ളവരുമായിട്ട് മാമ എവിടെ പോകുന്നു, അതുകൊണ്ടുള്ള സൗഹൃദമുള്ള ഒരു പയ്യനായിരുന്നു. ഈ പരിസരത്ത് തന്നെ 10-15 പേരുണ്ട്. അവർ ഒറ്റയ്ക്ക് ഇവിടെ പിന്നെ അവരെല്ലാവരും കൂടെ വരുന്നത് ഇവിടെ കുളിക്കാൻ. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് വരത്തില്ല. ഒറ്റയ്ക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീന്തൽ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് അവർ അങ്ങനെ ഒരു ജാഗ്രതയും കൂടി ഉണ്ടായിരുന്നു അല്ലേ, നിങ്ങളെ വലിയവരെയൊക്കെ വിളിച്ച് വേണം പോകാൻ എന്നൊക്കെ ഒരു പക്വതയും ഉണ്ടായിരുന്നു. വിളിക്കും. സജു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന് അച്ഛാ നമുക്ക് കുളിക്കാൻ പോകണമെന്ന് പറയും. പക്ഷേ അവനില്ലെങ്കിൽ ബാക്കി ഇവർ കൂട്ടുകാരും മാത്രമായിട്ടാണ് വരുന്നത്, അല്ല ഒറ്റയ്ക്ക് വരത്തില്ല. ഓരോ മനുഷ്യർക്കും നഷ്ടമുണ്ട്, ഒപ്പം ഓരോ സ്ഥലങ്ങളിലും ആ നഷ്ടമുണ്ട് എന്ന് മനുഷ്യൻ കാട്ടിത്തരികയാണ്. ഭരണത്തിലെ ആ ഒരു ഞെട്ടലിലാണ്, തേങ്ങലിലാണ് ഈ നാട് മുഴുവൻ. രാകേഷിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.